മീഡിയ വൺ ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ് 4 സംസ്ഥാനങ്ങൾ കടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകത്തിലെത്തിയിരിക്കുകയാണ്. ഇരട്ട എഞ്ചിൻ സർക്കാർ തുടരെ ഭരിച്ചിട്ടും ഗുജറാത്ത് ഇപ്പോഴും പഴയ ഗുജറാത്ത് തന്നെയാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ മുഴുവൻ സീറ്റുകളും ഇത്തവണയും നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. പക്ഷേ കോൺഗ്രസ് ആവട്ടെ ജീവൻ മരണ പോരാട്ടത്തിന് ഇവിടെ തയ്യാറെടുക്കുകയാണ്. അഹമ്മദാബാദിലെ സബർമതി തീരത്ത് നിന്ന് PC സൈഫുദ്ദീനും മുഹമ്മദ് അബ്ബാസും തത്സമയം ചേരുന്നുണ്ട്. വിശേഷങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ ധാരാവിയിലൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് സെയ്ഫ് ഇറങ്ങിയത്. എന്തായാലും ധാരാവിയിലൊന്നും പോയി കാണാൻ വഴിയില്ല, നേരെ ഗുജറാത്തിലേക്ക് വച്ചുപിടിക്കാനുള്ള സാധ്യതയാണ്. സെയ്ഫ്, ഒപ്പം തന്നെ അബ്ബാസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ രാവിലെ സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങാറ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ഈ ഗുജറാത്തിലെത്തി സബർമതിയിലെത്തി എന്നൊക്കെ പറയുമ്പോൾ 1869 ഒക്ടോബർ 2 പോർബന്തറിൽ ഗാന്ധിജി ജനിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ബന്ധം മാത്രമേ ഗുജറാത്തുമായിട്ടുള്ളൂ. കാരണം ആ സ്ഥലത്ത് പോകാനൊന്നും എനിക്കും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും എക്സ്പീരിയൻസേ ഗുജറാത്തുമായിട്ട് അബ്ബാസിനും സെയ്ഫിനും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട ഗുജറാത്തിൻ്റെ കാഴ്ച എന്താ? വെരി ഗുഡ് മോർണിംഗ് ജിൽസി. അബ്ബാസ്, ആദ്യം തന്നെ ജിൽസി ചോദിച്ചത് നമ്മളെന്താ ധാരാവിയില് പോകായിരുന്നു? നമുക്ക് വളരെ ചെറിയ സമയമല്ലേ ഉള്ളൂ. ജിൽസി, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ധാരാവിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഒന്ന് തള്ളി മറിക്കായിരുന്നല്ലോ അതും വെച്ചിട്ട്. പക്ഷെ ധാരാവിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ആ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് ധാരാവിയിൽ പോകാൻ പറ്റിയില്ല. ആ വിഷമം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ജിൽസി തുടക്കത്തിൽ സൂചിപ്പിച്ചതിനൊരു മറുപടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഗുജറാത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഗുജറാത്തിലെ ഞങ്ങൾ ഇപ്പോഴുള്ളത് അഹമ്മദാബാദിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തസുന്ദരമായ ഒരു പ്രഭാതത്തിലാണ് സബർമതി തീരത്ത്. ജിൽസി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജിയുടെ മണ്ണാണ്. ഈ സബർമതിയുടെ ഓരത്താണ് ഗാന്ധിജിയുടെ സബർമതി ആശ്രമം ഉള്ളത്. പിന്നെന്തൊക്കെ നമുക്ക് തള്ളാനുള്ളത് സബർമതിയെ കുറിച്ച്? തള്ളാനല്ലേ, ഇത് ബേസിക്കലി ഗുജറാത്ത് സമകാലിക ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഒരു ഹിന്ദുത്വത്തിന്റെ ഒരു പരീക്ഷണശാലയായിട്ടാണ്. ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഹിന്ദു മുസ്ലിം ഡിവൈഡ് അതുണ്ടാക്കിയ BJPക്ക് ഉണ്ടാക്കിയ, ദേശീയ തലത്തിൽ തന്നെ BJPക്ക് ഉണ്ടാക്കിയ വേരോട്ടം, അതൊക്കെ തുടങ്ങുന്ന മണ്ണ് ഇവിടെയാണ്. പക്ഷെ അതിനു മുമ്പ് ഇത് ഗാന്ധിയുടെ മണ്ണാണ്. ശരിക്ക് ഗുജറാത്തിന്റെ സംസ്കൃതി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ സബർമതി ആശ്രമം കാണാം. സബർമതി ആശ്രമം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിരവധി നിർണായക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഇത് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോദിയുടെ ഒരു ഹോം സ്റ്റേറ്റ് എന്നതിൽ അപ്പുറത്തേക്ക് ഇന്ത്യയുടെ സംസ്കൃതി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ഗാന്ധിയുടെ മണ്ണാണ്. നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. തീർച്ചയായും മോദിയുടെയും അമിത്ഷായുടെയും മണ്ണ് എന്ന് പറഞ്ഞല്ല നമ്മൾ തുടങ്ങേണ്ടത്, ഗാന്ധിജിയുടെ മണ്ണ് എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത്. സബർമതി ആശ്രമത്തിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. തീർച്ചയായും ജിൽസിയെ ഓർക്കാം, കാരണം ജിൽസിക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളാണല്ലോ അതൊക്കെ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. അതായത് വേറൊന്നുമല്ല, ഇപ്പൊ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗാന്ധിയുടെ മണ്ണെന്നറിയപ്പെടുന്നത് ഇപ്പോൾ മോദിയുടെ മണ്ണെന്നറിയപ്പെടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കാൻ ഒരു രാഷ്ട്രീയ നീക്കം, അത് അബ്ബാസ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണശാലയായി മാറിയ ഒരു സംസ്ഥാനം കൂടിയാണ് അല്ലേ? അപ്പോൾ അതിനുള്ള നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് സഞ്ചരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കണ്ട കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അത്തരമൊരു മാറ്റത്തിലേക്ക് വന്നിരിക്കുന്നു, അത് സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്രത്തോളം പ്രകടമാണ് എന്നൊക്കെ തോന്നുന്നുണ്ടോ? തീർച്ചയായും നമ്മളിനി ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മെയ് 7 ഈ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ് ഉൾപ്പെടെ ആകെയുള്ള 26 മണ്ഡലങ്ങളും കഴിഞ്ഞ കുറി BJP തൂത്തുവാരിയതാണ് ഓരോ മണ്ഡലങ്ങളും. അത് ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള പ്രവചനങ്ങളും സർവേ റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായി BJPക്ക് ഉണ്ട്. പക്ഷേ BJP താഴെ തട്ടിൽ സാധാരണക്കാർക്കിടയിൽ വലിയ വെല്ലുവിളികൾ ഇവിടെ നേരിടുന്നുണ്ട്. അത് സ്വാഭാവികമായും ഇവിടെ ക്ഷത്രിയ സമുദായത്തിൽപ്പെട്ട രാജ്പുത്തുകൾക്കിടയിലൊക്കെ വലിയ എതിർപ്പുകൾ നേരിടുന്നു. എന്തൊക്കെയാണ് കാര്യമായ പ്രശ്നങ്ങൾ അബ്ബാസ്? ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ എന്തായാലും 26 സീറ്റാണ് ഇവിടെ ഉള്ളത്. ഈ 26 സീറ്റിലും BJP വിജയിക്കുമെന്ന് തന്നെയാണ് നിലവിലുള്ള ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി. അതിന് ഒരു 3 പതിറ്റാണ്ടായി BJP ഗുജറാത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു അപ്രമാദിത്വമുണ്ട്. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇവിടെയുള്ള വോട്ടുകൾ സമ്പൂർണ്ണമായി ഭിന്നിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ഇതുണ്ടെന്ന് വെച്ചാൽ നിലവിൽ AAPയും അതേപോലെ കോൺഗ്രസുമാണ് നിലവിൽ ഭരിക്കുന്നത്. അവർ ഒന്നിച്ചാണ് ഈ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നിട്ട് പോലും
ബി ജെ പിക്കെതിരെ ഇവർക്കൊരു കാര്യമായ വെല്ലുവിളി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. നമ്മൾ ഇന്നലെ ഇവിടുത്തെ നിരവധി സാധാരണക്കാരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ഓട്ടോ ഡ്രൈവർ ഇന്നലെ നമ്മളെ ഹോട്ടലിൽ കൊണ്ടുപോയ അബ്ദുൽ ഷെയ്ഖ് എന്ന് പറയുന്ന അബ്ദുൽ സയ്യിദ് ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ പഴയ BJP-കാരനാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു, തന്റെ നാട്ടിലാണ് താമസിച്ചെന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ ഒരാളായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ പഴയ BJP-കാരനാണ്, ഇപ്പോൾ ഞാൻ BJP വിട്ടിട്ടുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒരു 3 പതിറ്റാണ്ടായി ഏകദേശം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആന്റി ഇൻകംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കുന്നില്ല എന്നൊരു വലിയ പോരായ്മയായിരുന്നു. അതാണ് ഒരു ബദലില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ BJP സർക്കാരിനെതിരെ താഴെത്തട്ടിൽ വലിയ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട്. പക്ഷേ BJP-ക്കെതിരെ ഒരു തരത്തിലുള്ള നേതൃത്വം ഇപ്പുറത്തില്ല എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ സഖ്യമായിട്ടാണ് ഇവിടെ കോൺഗ്രസും AAP-യും മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യം 24 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ 2 സീറ്റുകൾ AAP-ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാൻ ഒരു നേതാവില്ല. മാധവ് സിംഗ് സോളങ്കിയുടെയൊക്കെ മണ്ണാണ്. അതിനുശേഷം നല്ലൊരു നേതാവ് കോൺഗ്രസിന് വന്നിട്ടില്ല. ഇന്നലെ ഉപയോഗിച്ചൊരു പദം നമ്മുടെ സംസാരിക്കുന്ന ഒരാൾ ഉപയോഗിച്ച പദം തോക്കത്തില്ല എന്നാണ്. ആരോഗ്യമില്ല ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്നാണ് അവർ പറഞ്ഞൊരു സംഗതി. എന്തായാലും ഇതാണ് നിലവിൽ ഇവിടെയുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 26 സീറ്റുകളിൽ ഗാന്ധിനഗറിൽ അമിത് ഷാ ആഭ്യന്തരമന്ത്രി മത്സരിക്കുന്നു. പോർബന്തറിൽ മൻസുഖ് സിംഗ് മാണ്ഡവ്യ എന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി മത്സരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ വിവാദ മന്ത്രി മിനിസ്റ്റർ ഉണ്ട് നമ്മുടെ പർഷോത്തം രൂപാൽ. BJP നേരിടുന്ന പ്രധാനപ്പെട്ട ക്രൈസിസ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ രജപുത്ര സമുദായം ഈ പർഷോത്തം രൂപാലയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വന്ന ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം ഈ രജപുത്ര സമുദായം അവർ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നടക്കില്ല. തീർച്ചയായും എങ്കിൽ കൂടിയും ജാതി സമവാക്യങ്ങളൊക്കെ BJP തുണക്കുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നത്. അതേസമയം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കൃത്യമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ, അതായത് മറുവശത്തൊരു ശക്തമായ പ്രതിപക്ഷ നേതൃനിര ഉണ്ടെങ്കിൽ നമുക്ക് ആരെ തെരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കാം. പക്ഷേ അത്രത്തോളം പ്രാധാന്യമില്ലാത്ത, ശക്തമല്ലാത്ത ഒരു പ്രതിപക്ഷ നിരയെ എങ്ങനെ വിശ്വസിക്കാം, വോട്ട് ചെയ്യാം എന്നുള്ളൊരു ആശങ്കയും ഈ ഗുജറാത്തുകാർക്കിടയിൽ ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സെയ്ഫ് ആൻഡ് അബ്ബാസ് എന്താണ് ഇന്ന് രണ്ടുപേരുടെയും പരിപാടികൾ, എവിടെയൊക്കെ പോകാനാണ്, എന്താണ് ഇന്നത്തെ ഒരു യാത്രാ പ്ലാൻ, എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ അഹമ്മദാബാദിലെത്തി. ഉച്ചയ്ക്കല്ല, ഒരു 3 മണിയോടുകൂടി അഹമ്മദാബാദിലെത്തി. സ്വാഭാവികമായും നമ്മൾ ഈ അഹമ്മദാബാദ് പോലെ നമുക്കൊരു പരിചയമില്ലാത്തൊരു നഗരത്തിലെത്തുമ്പോൾ ഒരു ചെറിയ പ്ലാനിങ് ഒക്കെ വേണമല്ലോ. ആ പ്ലാനിങ്ങിന് വേണ്ടി മാത്രം ഇന്നലെ വൈകുന്നേരം രാത്രി വരെയായി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ എത്തിയതാ സബർമതി തീരത്തെത്തി. ഇനി എന്തൊക്കെയാണ് അബ്ബാസ് നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്? നമുക്ക് 2-3 ഗുജറാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സോറി അഹമ്മദാബാദിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഓൾഡ് അഹമ്മദാബാദ്, മറ്റൊന്ന് ന്യൂ അഹമ്മദാബാദ്, പുതിയ അഹമ്മദാബാദ്. ഈ ഓൾഡ് അഹമ്മദാബാദ് പ്രധാനമായിട്ടൊരു മുസ്ലിം പോക്കറ്റഡ് ഏരിയയാണ്. നമുക്ക് അത്രമാത്രം വലിയ വികസനവും ഒന്നും കാണാൻ കഴിയാത്ത വളരെ പാക്ഡ് ആയിട്ട് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ന്യൂ അഹമ്മദാബാദ് കുറെ കൂടി വിശാലമായ വൃത്തിയുള്ള ഒരു നഗരമാണ്. നമ്മളിപ്പോൾ ആ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനപ്പുറത്തുള്ളൊരു അഹമ്മദാബാദ് ഉണ്ട്. ഈ അഹമ്മദാബാദ് കുറെ കൂടി ഗല്ലികളുള്ള, ഗെട്ടോ ഉള്ള. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഗുജറാത്ത് കലാപത്തെ കൂടി ഓർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു നരോദ പാർട്ടി ഉണ്ട്. അതേപോലെ എന്താ പറയാ, കേരളത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഘെട്ടോ ജോഹാപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ജോഹാപൂരൊക്കെ നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടുത്തെ ആളുകളിലൊക്കെ സംസാരിക്കണം. നമുക്ക് മനുഷ്യരുമായിട്ട് സംസാരിച്ച് അവരെങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുന്നത്, അവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ് സേഫ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അങ്ങനെ മനുഷ്യന്മാരെ കാണണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എത്ര കണ്ട് വിജയിക്കുമെന്ന് ഉറപ്പില്ല. കാരണം ആളുകൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നരോദയ പാർട്ടിയെ പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഒരു പക്ഷേ നമുക്ക് ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടാകും. എന്നാൽ കൂടി ഞങ്ങൾ അത് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ഒരുപാട് ഇടങ്ങളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബർമതി ആശ്രമത്തിലൊന്ന് പോകണം, അവിടെയുള്ള ആളുകളുമായി സംസാരിക്കണമെന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിരവധി പ്ലാനിങ്ങുകളുണ്ട്. ഇന്ന് രാത്രി വരെയാണ് അഹമ്മദാബാദിലുള്ള സമയം. അഹമ്മദാബാദ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടാ? അഹമ്മദാബാദ് കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്ന രാജസ്ഥാനിലേക്ക്, ഇന്ത്യ പാക് ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ്. അവിടേക്കാണ് നമ്മുടെ യാത്ര. ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ് സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ
രാജസ്ഥാൻ ജയ്സൽമീർ. ഏതായാലും ജിൽസിയുടെ ഫോൺ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ സൈഫുദ്ദീനാണ് ഫോൺ എടുത്തിട്ടുള്ളത്. എനിക്കൊരു ജിൽസി ദിവസം മോർണിംഗ് നമ്മൾ വിളിക്കുന്നതുകൊണ്ട് ജിൽസിക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അത് നമുക്ക് കൊടുക്കാൻ. നമുക്ക് ഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ ജിൽസിക്ക് വേണ്ടി സർപ്രൈസ് ഉണ്ട്. ഒരു പക്ഷേ 2 or 3 ഈ 4 ദിവസങ്ങൾക്ക് ശേഷം സർപ്രൈസ് കിട്ടും. തീർച്ചയായും സർപ്രൈസ് ഒരുങ്ങി നിന്നോളൂ ജിൽസി. ഓഹോ, അപ്പൊ 4 ദിവസം ആ സർപ്രൈസിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നല്ലേ. ഞാൻ തയ്യാറാണ്. എന്തായാലും ആ സർപ്രൈസിന് ഞാൻ കാത്തിരിക്കാം. അപ്പോൾ തന്നെ സേഫ് ആൻഡ് അബ്ബാസ് യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ സേഫായിട്ട് യാത്ര ചെയ്യുക. പിന്നീട് തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് താഴേക്കിടയിൽ ആ ആളുകളുടെ പൾസ് അറിയണം, അവരോട് സംസാരിക്കാൻ കൂടെ നിങ്ങൾക്ക് കഴിയണം. ആ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. പിന്നീട് അത് കഴിഞ്ഞ് രാജസ്ഥാനിലേക്കല്ലേ. അങ്ങനെ യാത്രയൊക്കെ ഗംഭീരമായി നടക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് മറ്റു വാർത്തകൾ കൂടിയുണ്ട്.